ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ പുതിയൊരു വർക്ക് ഏരിയ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ വർക്ക് ഏരിയയുടെ അകത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഓൾറെഡി അവിടെ വയറിംഗ് ഉണ്ടായിരുന്നില്ല, പഴയ വയറിങ്ങിലായിരുന്നു. അപ്പോൾ നമുക്കവിടെ പഴയ വയറിങ്ങിൽ നിന്ന് നമുക്കൊരു പുതിയ വയറിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പ്ലഗ് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കൊടുക്കുക എന്നുള്ളത്, അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 3 മോഡ്യൂളുടെ വെക്കാം, അല്ലെങ്കിൽ ഒരു 4 മോഡ്യൂളുടെ ഒരു ലൈറ്റ് കൂടി കൊടുക്കാം, മോഡ്യൂളിൻ്റെ ബോക്സ് കൊടുക്കാം. 4 മോഡ്യൂൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച്, പ്ലഗ്, പിന്നെ വേണമെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 4 മോഡ്യൂളാണ്. അതിൻ്റെ സർക്യൂട്ട് നമുക്ക് നോക്കുക. സർക്യൂട്ട് നോക്കുന്ന 1.5 dBയിൽ നിന്ന് 1.5 എർത്താണ് വന്നിരിക്കുന്നത്. എർത്ത് ഡയറക്റ്റായിട്ട് വന്നിരിക്കുന്നു. ഇത് വേറെ സ്ഥലത്ത് കൂടി, അതായത് തൊട്ടപ്പുറത്ത് ഒരു പ്ലഗ് കൂടി, ചെറിയൊരു പ്ലഗ് കൂടി 5 ആമ്പിയറിൻ്റെ പ്ലഗ് ഉള്ളതുകൊണ്ട് അവിടേക്കും കൂടി സപ്ലൈ കയറി പോകുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെയാണ് dBയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത്. അത് നമ്മൾ വലിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ കണ്ടോ, 2.5ൻ്റെ വയറാണ് വലിച്ചിരിക്കുന്നത്. dBയിൽ നിന്ന് ഡയറക്റ്റ് വലിച്ചിരിക്കുന്നത്. dBയിൽ നിന്നും 2.5 ബ്ലാക്കും റെഡുമാണ് വലിച്ചിരിക്കുന്നത്. അത് ഫേസും ന്യൂട്രലായിട്ടാണ് കൊടുക്കുന്നത്. ശരിക്കും നമുക്ക് വാഷിംഗ് മെഷീന് അത്രയും കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം, വാഷിംഗ് മെഷീനും കാര്യങ്ങളോ എന്തെങ്കിലും എർത്തോ കാര്യങ്ങളോ, കാരണം വെള്ളമായിട്ട് ടച്ച് ചെയ്ത ഉപകരണങ്ങളായതുകൊണ്ട് എന്തെങ്കിലും എർത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഷോക്ക് കേൾക്കാതെയും പെട്ടെന്ന് ട്രിപ്പായി പോകുന്നതിന് സെപ്പറേറ്റ് ലൈൻ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് പ്ലഗോ കാര്യങ്ങളോ ഒന്നും എടുക്കാതിരിക്കുക, ഡയറക്റ്റ് പ്ലഗിൽ നിന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെയാണ്. കാരണം വെച്ചാൽ വെള്ളമായിട്ട് ടച്ച് വരുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം കാര്യങ്ങളൊക്കെ പുറത്ത് കിടക്കാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി ആയിട്ട് ഒരു പവർ പ്ലഗ് കൊടുക്കുക. അതിനുശേഷം നേരെ dBയിൽ നിന്ന് സെപ്പറേറ്റ് സർക്യൂട്ടും കൊണ്ടുവരികയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എർത്തോ ലീക്കേജ് കറണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ട്രിപ്പ് പോവുകയും മറ്റ് സെക്ഷനുകളെ അത് ബാധിക്കാതെ നമുക്ക് മറ്റ് കാര്യങ്ങളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനും, ബാക്കി എന്തെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ വരുന്നവരെ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് തന്നെ ലൈൻ വലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല, കാരണം വാഷിംഗ് മെഷീൻ്റെ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ആമ്പിയർ വരുന്ന ഏരിയയാണ്. കാരണം 6 ആംസ് പ്ലഗ് ഉള്ളെങ്കിൽ അത്യാവശ്യം ഏരിയ, പിന്നെ അത് മാത്രമല്ല പുതിയ മോഡലാണെങ്കിൽ അത്യാവശ്യം ആമ്പിയർ എടുക്കുന്ന വാഷിംഗ് മെഷീനുകളാണ് താനും. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് dBയിൽ നിന്ന് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5ൻ്റെ വയർ ഡയറക്റ്റ് dBയിൽ നിന്ന് ഒരു സർക്യൂട്ട് ഇതിന് വേണ്ടി മാത്രം വലിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അത് നമ്മൾ ഇവിടെ ഇടുന്നു. ഇതിൻ്റെ അകത്താണ് നമ്മൾ കൊടുക്കുന്നത് 16 ആംസിൻ്റെ പ്ലഗും 16 ആംസിൻ്റെ സ്വിച്ചും കൊടുക്കുന്നു. പിന്നെ പവർ പ്ലഗാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളവിടെ വേണമെങ്കിൽ നമുക്കൊരു 1 വേ സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ലൈറ്റിന് വേണ്ടി നമുക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ dBയിൽ നിന്ന് നമുക്ക് കൊടുക്കേണ്ടത് 10 ആമ്പിയറിൻ്റെയോ 16 ആമ്പിയറിൻ്റെയോ MCB വഴി നമുക്ക് ഇതിലേക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ 16 ആമ്പിയറിന് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം പവർ പ്ലഗ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സെയിം ആമ്പിയർ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം 16 ആംസിൻ്റെ പവർ പ്ലഗ് നമ്മൾ സ്വിച്ചും പ്ലഗും കൊടുക്കുന്ന സമയത്ത് 16 ആംസിൻ്റെ MCB തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി 16 ആംസിൻ്റെ MCB ഓൾറെഡി dBയിൽ ഇല്ലെങ്കിൽ 10 ആംസ് കൊടുത്താലും മതി. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.